നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 4, 2025 വ്യാഴം. ഇന്നലെ ചേർന്ന GST കൗൺസിലിന്റെ ഫലമായിട്ട് GST റിഫോംസുമായി ബന്ധപ്പെട്ട പ്രധാന പ്രഖ്യാപനങ്ങൾ വരികയുണ്ടായി. അവയെക്കുറിച്ചൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ വിശദമായി തന്നെ ചർച്ച ചെയ്യാം. മെറ്റൽ സ്റ്റോക്സിലും ബാങ്കിങ് സ്റ്റോക്സിലൊക്കെ ഉണ്ടായ ഉയർച്ചയെ തുടർന്ന് ഇന്നലെ നമ്മുടെ മാർക്കറ്റിന് നേട്ടത്തോടു കൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചെങ്കിലും ഇന്നലെയും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ക്യാഷ് മാർക്കറ്റിൽ 1666.46 കോടി രൂപയ്ക്ക് ലിങ്ക് തുടരുന്ന കാഴ്ച തന്നെയാണ് കാണുവാനായിട്ട് സാധിക്കുക. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 2495.33 കോടി രൂപയ്ക്ക് ബൈയും നടത്തുകയുണ്ടായി. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഇന്ന് ഈ മാസത്തെ ആദ്യ ആഴ്ചയിലെ സെൻസെക്സിന്റെ വീക്കിലി എക്സ്പയറിയാണ്. അത് മാത്രമല്ല GST റിഫോംസുമായി ബന്ധപ്പെട്ട പല പ്രഖ്യാപനങ്ങളും ഇന്നലെ രാത്രി വന്നതോടുകൂടി ഇന്ന് സെൻസെക്സിന് 80,000 എന്ന ലെവൽ നിലനിർത്തുവാൻ സാധിക്കുമോ, അല്ലെങ്കിൽ 81,000 എന്ന ലെവൽ മറികടന്നുകൊണ്ട് എക്സ്പയർ നടത്തുമോ എന്നൊക്കെ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഇന്നലെ നടന്ന GST കൗൺസിലിംഗ് മീറ്റിംഗിന്റെ ശേഷം ഇന്നലെ രാത്രിയോടുകൂടി പുറത്തു വന്ന പ്രഖ്യാപനങ്ങൾ പ്രകാരം നിലവിലുണ്ടായിരുന്ന 28% GST സ്ലാബുകൾ എടുത്തു മാറ്റിക്കൊണ്ട് 5%-ന്റെയും 18%-ന്റെയും 2 സ്ലാബുകളാണ് അവതരിപ്പിക്കുകയുണ്ടായത്. ചെറിയ കാറുകളുടെയും 350cc വരെയുള്ള 2 വീലേഴ്സിന്റെയും മുച്ചക്ര വാഹനങ്ങളുടെയും കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിന്റെയൊക്കെ GST 28%-ൽ നിന്നും 18% എന്ന സ്ലാബിലേക്ക് ചുരുക്കുകയുണ്ടായി. എന്നാൽ അതേസമയം അനുദിന ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള മേഖലകളില് 12%-ൽ നിന്നും 5%-ലേക്ക് GST ഹെൽത്ത് കെയർ പ്രൊഡക്ട്സിലും എഡ്യൂക്കേഷൻ സപ്ലൈ ഐറ്റംസിലും ഇലക്ട്രോണിക് ഗുഡ്സിലും ഫാം എക്യുപ്മെന്റ്, ഇൻഷുറൻസ്, ഓട്ടോമൊബൈൽ തുടങ്ങിയ മേഖലകളിലേക്കും പ്രഖ്യാപിക്കുകയുണ്ടായി. അതേസമയം സിൻഗുഡ്സിനും ലക്ഷറി ഗുഡ്സിനും 40%-ന്റെ സ്ലാബ് നിലനിർത്തുകയുണ്ടായി. അതുകൂടാതെ രാജ്യത്തെ ഉപഭോക്താക്കൾക്ക് വാഹനങ്ങൾ അഫോർഡബിൾ ആക്കാൻ വേണ്ടിയിട്ട് കോമ്പൻസേഷൻ സെസ്സും എടുത്തു കളയുകയുണ്ടായി. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ ഇന്നലെ നമ്മുടെ മാർക്കറ്റിന് കൈവരിക്കാൻ സാധിച്ച നേട്ടത്തെ തുടർന്ന് നിഫ്റ്റിക്ക് അതിന്റെ 100-ഡേ EMAയുടെ മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായി. മാത്രമല്ല നിഫ്റ്റി 24,700 എന്ന ലെവലിന് മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ അനലിസ്റ്റുകളുടെയും എക്സ്പെർട്ടുകളുടെയൊക്കെ അഭിപ്രായ പ്രകാരം നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 24,750, 24,800 എന്നീ ലെവലുകൾ അതിപ്രധാനമാണ്. കാരണം ഈ ലെവലുകൾക്കിടയിലായിട്ടാണ് നിഫ്റ്റിയുടെ മിഡ് ഡേ മൂവിംഗ് ആവറേജ് ആയ 50-ഡേ EMA നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിഫ്റ്റി ഈ 2 ലെവലുകളും അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ 2 ലെവലുകൾക്കും മുകളിലായിട്ട് നിലനിൽക്കാത്തടത്തോളം നിഫ്റ്റിയിൽ കൺസോളിഡേഷൻ കണ്ടേക്കാം. അതേസമയം ഈ 2 ലെവലുകളും നിഫ്റ്റി അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ 2 ലെവലുകൾക്കും മുകളിലായിട്ട് നിലനിൽക്കാൻ സാധിക്കുകയാണെങ്കിൽ നിഫ്റ്റിക്ക് 25,000 എന്ന ലെവൽ ഇന്ന് മറികടക്കാൻ സാധിച്ചേക്കാം. എന്നാൽ അതേസമയം നിഫ്റ്റിയിൽ ഇന്നൊരു ഫോൾ ഉണ്ടാവുകയാണെങ്കിൽ 24,500 എന്ന ലെവലായിരിക്കും ആദ്യ സപ്പോർട്ട്. തുടർന്ന് 24,400 എന്ന ലെവലും ഈ ലെവലും നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഓഗസ്റ്റ് മാസത്തെ ലോയായ 24,330 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഡൗൺ സൈഡിലേക്ക് ക്രൂഷ്യലാണ്. അതേസമയം ഈ ലെവൽ നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സെല്ലിംഗ് പ്രഷറും അനുഭവപ്പെട്ടേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പെർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ ലെവലുകൾ വിശദീകരിക്കുന്നത്. അത് മാത്രമല്ല GST റിഫോംസുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രിയിൽ വന്ന പ്രഖ്യാപനങ്ങളെ തുടർന്ന് ഇന്ന് നമ്മുടെ മാർക്കറ്റില് പ്രത്യേക സാഹചര്യം നിലനിൽക്കുന്നതിനാൽ ഇന്ന് നമ്മുടെ മാർക്കറ്റില് സ്പെസിഫിക് ആയിട്ടുള്ള സെക്ടേഴ്സിലും സ്റ്റോക്കുകളിലൊക്കെ ഉള്ള ആക്ഷൻസ് മൂലം ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാകാൻ പോകുന്ന പ്രകടനങ്ങൾ കണ്ടു തന്നെ അറിയേണ്ടതായിട്ടുണ്ട്. ഇന്നലത്തെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളിൽ നിന്നും രാവിലെ ഓസ്ട്രേലിയയിലെ Q2 GDP ഗ്രോത്ത് റേറ്റ് ഡാറ്റ റിലീസ് ചെയ്യുകയുണ്ടായി. മാർക്കറ്റ് എക്സ്പെക്ടേഷനെയൊക്കെ മറികടന്നുകൊണ്ട് ബെറ്റർ ആയിട്ടുള്ള GDP ഡാറ്റ തന്നെയാണ് ഓസ്ട്രേലിയയിൽ നിന്നും പുറത്തുവിടുകയുണ്ടായിരുന്നത്. പ്രീവിയസ് ക്വാർട്ടറില് 0.3%-ൽ നിന്നും മാർക്കറ്റ് ഫോർകാസ്റ്റ് ചെയ്തിരുന്നത് 0.5% ആയിരുന്നെങ്കിൽ 0.6%-ന്റെ ആക്ച്വൽ റിസൾട്ട് ആണ് റിലീസ് ചെയ്യപ്പെടുകയുണ്ടായത്. എന്നാൽ അതേസമയം ഇന്നലെ വൈകുന്നേരം 7:30യോടുകൂടി US-ൽ നിന്നും ജൂലൈ മാസത്തെ ജോബ് ഓപ്പണിംഗ് ഡാറ്റ നിരാശപ്പെടുത്തിക്കൊണ്ട് റിലീസ് ചെയ്യുകയുണ്ടായി. ജൂൺ മാസം 7.357 മില്യൺ ആയിരുന്ന ജോബ് ഓപ്പണിംഗ് നിന്നും ജൂലൈ മാസം ഫോർകാസ്റ്റ് ചെയ്തിരുന്നത് 7.380 മില്യൺ ആയിരുന്നു. എന്നാൽ മാർക്കറ്റിനെ നിരാശപ്പെടുത്തിക്കൊണ്ട് 7.181 മില്യണിലേക്ക് ജോബ് ഓപ്പണിംഗ് ചുരുങ്ങുകയുണ്ടായി. ഇന്ന് പ്രധാനമായും 3 ഗ്ലോബൽ ഇവന്റ്സുകളാണ് ഉള്ളത്.
രാവിലെ 7 മണിയോടുകൂടി ഓസ്ട്രേലിയയിൽ നിന്നും ജൂലൈ മാസത്തെ ബാലൻസ് ഓഫ് ട്രേഡ് റിലീസ് ചെയ്യുന്നുണ്ട്. വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 6 മണിയോടുകൂടി കാനഡയിൽ നിന്നും ജൂലൈ മാസത്തെ ബാലൻസ് ഓഫ് ട്രേഡ് റിലീസ് ചെയ്യുന്നുണ്ട്. തുടർന്ന് 7:30യോടുകൂടി യുഎസിൽ നിന്നും ഓഗസ്റ്റ് മാസത്തെ ISM സർവീസ് PMI ഡേറ്റയും ഇന്ന് റിലീസ് ചെയ്യുന്നുണ്ട്. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ഇന്നലെ ഇൻഫോസിസ് ADR ഒഴികെ ബാക്കി എല്ലാ ADR സ്റ്റോക്സുകൾക്കും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചു. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. US മാർക്കറ്റില് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ നഷ്ടത്തിന് ശേഷം ഇന്നലെ യുഎസിൽ നിന്നും ജോബ് ഓപ്പണിംഗ് ഡേറ്റ നിരാശപ്പെടുത്തിയെങ്കിലും ഗൂഗിളിന്റെ പാരന്റ് കമ്പനിയായ ആൽഫബറ്റിൽ ഇന്നലെ 9% അനുഭവപ്പെട്ട റാലിയെ തുടർന്ന് US മാർക്കറ്റുകൾക്ക് S&P 500നും നാസ്ഡാക്കിനൊക്കെ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചു. നാസ്ഡാക്കിന് 1%-ലേറെ നേട്ടം കൈവരിക്കുവാനും ആയി. എങ്കിലും നിലവിൽ ഡോ ജോൺസ് ഫ്യൂച്ചറിൽ 9 പോയിന്റുകളുടെ നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിന് 3നും ഇന്നലെ സ്റ്റെബിലൈസ് ചെയ്തുകൊണ്ട് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായി. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ നിലവിലെ ഇൻഡിക്കേഷൻ പ്രകാരം ഫ്ലാറ്റ് അല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ജപ്പാൻ മാർക്കറ്റ് 1%-ലേറെ നേട്ടത്തോടു കൂടിയും കൊറിയൻ മാർക്കറ്റ് 0.5% നേട്ടത്തോടു കൂടിയും ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുണ്ട്. കൊമോഡിറ്റിയിൽ ബ്രെന്റ് ക്രൂഡിലും ക്രൂഡ് ഓയിലും ഇടിവ് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഗോൾഡിലും നിലവിൽ ഇടിവാണ് അനുഭവപ്പെടുന്നത്. സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR 1.25 എന്ന നിലയിലേക്ക് ഇന്നലത്തെ റാലിയോടുകൂടി മാറി മറിയുകയുണ്ടായി. മാക്സ് പെയിൻ 24,700 എന്ന ലെവലിലും ലോവർ ലെവൽസിലുള്ള ബൈയിങ് ഇൻട്രസ്റ്റിനെ സൂചിപ്പിച്ചുകൊണ്ട് എബവ് ആവറേജ് വോളിയത്തോടു കൂടി ലോവർ ഷാഡോസോട് കൂടിയിട്ടുള്ള ബുള്ളിഷ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ് ഡെയിലി ടൈം ഫ്രെയിമിൽ നിന്നും ദൃശ്യമാകുന്നത്. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 25,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ നിലവിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. തത്സമയം അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. 24,500 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നത്. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ ദൃശ്യമാകുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.9 എന്ന ലെവലിലേക്ക് എത്തിച്ചേരുകയുണ്ടായി. മാക്സ് പെയിൻ 54,500 എന്ന ലെവലിലും. ഇന്നലെ ബാങ്ക് നിഫ്റ്റി അതിന്റെ 200 EMA ലെവലായ 53,582 എന്ന ലെവൽ ടെസ്റ്റ് ചെയ്തെങ്കിലും ഇന്നലെ കൈവരിച്ച നേട്ടത്തെ തുടർന്ന് ഈ ലെവലിന് മുകളിലേക്ക് ബാങ്ക് നിഫ്റ്റിക്ക് കുതിപ്പ് നടത്താൻ സാധിച്ചെങ്കിലും ബാങ്ക് നിഫ്റ്റി നിലവിൽ അതിന്റെ ഷോർട്ട് മിഡ് ടൈം മാത്രമല്ല 100 EMAയുടെ താഴെയായിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. മാത്രമല്ല കുറച്ചേറെ നാളുകളായിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ തുടർന്ന വീക്ക്നെസ് മൂലം ഇന്നലെ ബാങ്ക് നിഫ്റ്റിയുടെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജ് ആയ 20 EMA ബാങ്ക് നിഫ്റ്റിയുടെ 100 EMAയുടെ താഴേക്കും പതിക്കുകയുണ്ടായി. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലേക്ക് 55,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 55,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതേസമയം 54,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ കാണുവാൻ സാധിക്കുന്നതെങ്കിലും 53,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ആക്ടസ് വാല്യൂ ഹൗസിംഗ് ഫൈനാൻസ് ഇന്ത്യ, വെസ്റ്റ് ബ്രിഡ്ജ് ക്യാപിറ്റൽ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 8.23 കോടി ഷെയർസ് അഥവാ 16.46% സ്റ്റേക്ക് 2,600 കോടി രൂപ മൂല്യം വരുന്നവ ഒഴിഞ്ഞേക്കാം എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഫ്ലോർ പ്രൈസ് ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് 316 രൂപ പെർ ഷെയർ എന്ന നിലയിലാണ്. ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് മധ്യപ്രദേശിൽ നിന്നും തെർമൽ പവർ പ്രൊജക്ടുമായി ബന്ധപ്പെട്ട് MB പവറിന്റെ ഭാഗത്ത് നിന്നും 2,600 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചതായിട്ടുള്ള വാർത്തകൾ. സ്വിഗ്ഗി ഒരു മാസത്തിനുള്ളിൽ ഇത് 2ാമത്തെ തവണയും കമ്പനിയുടെ പ്ലാറ്റ്ഫോം ഫീ വർദ്ധിപ്പിക്കുകയുണ്ടായി. സ്വാതന്ത്ര്യദിനത്തോട് അനുബന്ധിച്ച് 12 രൂപയിൽ നിന്നും 14 രൂപയിലേക്ക് വർദ്ധിപ്പിച്ച പ്ലാറ്റ്ഫോം ഫീ 15 രൂപയിലേക്ക് ഇതിനെ തുടർന്ന് ഉയർത്തുകയുണ്ടായി. പ്രസ്റ്റേജ് എസ്റ്റേറ്റ്സ് കമ്പനിയുടെ സബ്സിഡറിയായ പ്രസ്റ്റേജ് ഓഫീസ് വെഞ്ചേഴ്സിന് ഹൈദരാബാദിലെ GST ഡയറക്ടറേറ്റ് ജനറലിന്റെ ഭാഗത്ത് നിന്നും 160.82 കോടി രൂപയുടെ ഷോക്കോസ് നോട്ട് ലഭിച്ചതായിട്ടുള്ള വാർത്തകൾ. ഫോഴ്സ് മോട്ടോഴ്സ് ഓഗസ്റ്റ് മാസത്തെ ഓട്ടോ സെയിൽസ് ഡാറ്റ പുറത്തുവിടുകയുണ്ടായി. 4.52% വർധനവാണ് സെയിൽസ് രേഖപ്പെടുത്തുകയുണ്ടായത്. ഡൊമസ്റ്റിക് സെയിൽസിൽ 6.6% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ
എക്സ്പോർട്ടിൽ 26.02% ഇടിവാണ് രേഖപ്പെടുത്തുകയുണ്ടായത്. പോളി മെഡിക്യൂർ കമ്പനി മെഡിക്കൽ ഡിവൈസിന്റെ ബിസിനസ് ആണ് ചെയ്യുന്നത്. വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പെൻഡ്രാകെയർ ഗ്രൂപ്പിലെ 90% സ്റ്റേക്ക് കമ്പനി അക്വയർ ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഹൈവേ ഇൻഫ്രാസ്ട്രക്ചർ 18.97 കോടി രൂപയുടെ പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു എന്നുള്ള വാർത്തകൾ. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുമായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.